അനിവാര്യം. ശ്രദ്ധിക്കുക. ഷഹ്വാത്ത് നാം എല്ലാവരും പെടാൻ സാധ്യതയുള്ളതാണ്. ഷഹ്വാത്ത് പെട്ടെന്ന് ആള് മാറുന്നു, പെട്ടെന്ന് നിസ്കാരം ഒഴിവാകുന്നു. എന്താ? ഒരു പെണ്ണിനെ സ്നേഹിച്ചു പോലും, ഒരു പെണ്ണിൽ പെട്ടുപോയ പോലും, ഒരു വികാരത്തിൽ പെട്ടുപോയല്ലോ, ഒരു കാമത്തിൽ പെട്ടുപോയല്ലോ, അല്ലെങ്കിൽ കള്ളു കുടിക്കുന്നവരുടെ കൂടെ പെട്ടുപോയല്ലോ. ഷഹ്വാത്ത് അത് ഫിത്നയാണ്, മഹാഫിത്നയാണ്. മാ തറക്തു ബഅദീ അളറു അല റിജാലി മിനൻ നിസാ, എൻ്റെ ശേഷം എൻ്റെ ഉമ്മത്തുകളിൽ നിന്നിട്ടുള്ള പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളും അപകടമുള്ള ഫിത്നയെ ഞാൻ ഒഴിവാക്കിയിട്ടേ ഇല്ല എന്ന് നബിയുനാ മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പെണ്ണുങ്ങൾ ഫിത്നയാണ്. എപ്പോൾ? പെണ്ണുങ്ങൾ ഇസ്ലാമിക പർദ്ദ ധരിച്ചിട്ടില്ലെങ്കിൽ, പെണ്ണുങ്ങൾ നിൽക്കേണ്ട സ്ഥലത്ത് നിന്നിട്ടില്ലെങ്കിൽ, ഇയ്യാക്കും ഉദ്ഖൂല അലൻ നിസാ, സൂക്ഷിക്കുക, നിങ്ങൾ അന്യ സ്ത്രീകളിലേക്ക് കടക്കരുത്. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഒരാൾ ചോദിക്കുന്നു, അപ്പോൾ അൽഹമു യാ റസൂലല്ലാഹ്, ഞങ്ങൾ സാധാരണ ഒരു കല്യാണം കഴിച്ചാൽ എൻ്റെ ഭാര്യയുടെ ഭർത്താവിൻ്റെ സഹോദരന്മാർ, അതാണ് ഹമു, ഒരു പെണ്ണിൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠാഞ്ജന്മാർ. നമ്മുടെ നാട്ടിലൊക്കെ സർവ്വസാധാരണയാണ്. നമുക്കൊന്നൊരു പുള്ളിയേ ഇല്ല അത്തരം കാര്യത്തിൽ. നിങ്ങളെക്കുറിച്ചെല്ലാം അങ്ങനെയാണ് കേരളീയ ജീവിതം, എനിക്കറിയാം. ഞാൻ എവിടെയോ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ കണ്ടതാണ്. എന്നെ ക്ഷണിച്ച വീട്ടിൽ തന്നെ അവർ കേൾക്കുകയാണെങ്കിൽ പ്രയാസപ്പെടുന്നത് അവരൊക്കെ നന്നായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മുമ്പത്തെ രൂപമല്ല, സംഭവം 20 കൊല്ലം മുമ്പാണ് ഏകദേശം. ക്ലാസ് എടുക്കാൻ പോയതായ സ്ഥലത്ത് എന്നെ ക്ഷണിക്കപ്പെട്ടപ്പോൾ കണ്ടതായ ദുഃഖവാർത്തയാണത്. ഞാൻ ഇരിക്കുന്നതായ ആ സ്ഥലത്തിൻ്റെ മുമ്പിലാണ് അടുക്കള. അങ്ങനെയാണല്ലോ ഒരു ഇന്നത്തെ ശൈലിയൊക്കെ. അടുക്കളയിലേക്ക് ഇങ്ങനെ പുരുഷന്മാർ കടക്കാണ്. ഞാൻ ചോദിച്ചു ഇയാളോട്, ആ പുരുഷന്മാരിങ്ങനെ കടന്നിട്ട് ശബ്ദത്തോടു കൂടി ഇവൻ്റെ കെട്ടിയ പെണ്ണിൻ്റെ കൂടെ പല പുരുഷന്മാർ ചിരിക്കുന്ന കാണുന്നു, സംസാരിക്കുന്ന കാണുന്നു. ഞാൻ മനസ്സിലാക്കി ആങ്ങളമാരൊക്കെ ആയിരിക്കും. ഞാൻ ചോദിച്ചു അവരൊക്കെ ആരാണെന്ന്. പറഞ്ഞു അതെൻ്റെ സഹോദരന്മാരാണ്, എൻ്റെ ചങ്ങാതിമാരാണ്, എൻ്റെ പാർട്ട്ണർമാരാണ്, എൻ്റെ ഒരു ബന്ധമില്ല. പിന്നെ എങ്ങനെയാണ് അവരുടെ കൂടെ ഇരുന്ന് ചിരിക്കുക? കണ്ടില്ലേ, ഒരു പുളിയും ഇളിയുമില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വെച്ചിട്ട് ഞാൻ കെട്ടിയ പെണ്ണിന്റെ മുമ്പിൽ അന്യ പുരുഷനെ കണ്ടാൽ ഞാൻ അവനെ വധിച്ചു കളയുമെന്ന് മഹാനായ സഅദ് പറഞ്ഞപ്പോൾ, അതഅജബൂന മിൻ ഗീറത്തി സഅദ്, സഅദിന്റെ ഈർഷ്യത കണ്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതമുണ്ടോ? അതഅജബൂന മിൻ ഗീറത്തി സഅദ്, സഅദിന്റെ ഈർഷ്യത കണ്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതമുണ്ടോ? റസൂല് പറയുന്നു, അന അഗ്യറു മിൻ സഅദ്, ഞാൻ സഅദിനേക്കാൾ ഈർഷ്യതയുള്ള ആളാണ്. വല്ലാഹു അഗ്യറു മിന്നി, അല്ലാഹ് എന്നേക്കാൾ ഈർഷ്യതയുള്ള ആളാണ്. എന്തിന്റെ മുമ്പിൽ? അല്ലാഹ് ഹറാമാക്കിയ കാര്യങ്ങളുടെ മുമ്പിൽ എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അത് നാം മനസ്സിലാക്കണം. പബ്ലിക് സർവീസാക്കി വിടാനുള്ളതല്ല നമ്മുടെ പെണ്ണുങ്ങൾ. നമുക്ക് പ്രൈവറ്റായിട്ട് നാം ഉപയോഗിക്കാനുള്ളത്, നാം ആസ്വദിക്കാനുള്ളതാണ്. അത്യാവശ്യമായിട്ട് സംസാരിക്കാം, അത്യാവശ്യമായിട്ട് ബിസിനസ് പരമായിട്ട് പർദ്ദയുടെ ബേക്കിൽ ബിസിനസ് നടത്താം എന്നല്ലാതെ അഴിഞ്ഞാട്ടം, അതാണ് ശുബ്ഹാത്തുകൾ, ഷഹ്വാത്തുകൾക്ക് കാരണമായി തീർന്നത്. അതാണ് റസൂൽ പറയുന്നത്. ഹമുവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ദൂതരേ ചോദ്യം. ഹമു കിടക്കാൻ പാടുണ്ടോ? ഹമു എന്ന് പറഞ്ഞാൽ ഈ പെണ്ണിന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ, അനുജൻ. റസൂൽ പറഞ്ഞു അൽഹമു അൽ മൗത്ത്, അൽഹമു അൽ മൗത്ത്, ഹമു മരണത്തോട് തുല്യപ്പെട്ടതാണ്, മരണമാണ്. കണ്ടില്ല, അത് മരണമാണ്. എൻ്റെ അടുക്കലുണ്ട് കേസ്, ഞാൻ എന്തെങ്കിലും പറയല്ല. എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനുമായിട്ട് ഞാൻ സ്നേഹിച്ചു, ഭർത്താവിൽ നിന്നിട്ട് ഞാൻ തലാഖ് വാങ്ങി, പിന്നെ രണ്ടാമത്തെ ആൾക്ക് കല്യാണം കഴിയാൻ പോകുമ്പോൾ മുമ്പുള്ളതിൽ കുട്ടിയെ കൊല്ലണമോ മൗലവി എന്ന് എന്നോട് ചോദ്യം. ഇതൊക്കെ മലയാളികളിൽ സംഭവിച്ചതാണ്, എന്തെങ്കിലുമല്ല. എന്തുകൊണ്ട് വരുന്നു? ഈ പർദ്ദ വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള അഴിഞ്ഞാട്ടത്തിൽ കൂടി വരുന്നു. അതാണ് ഫിത്നത്തുൻ നിസാ. വളരെ അപകടം പിടിച്ച ഫിത്നയാണ് ഫിത്നത്തു ശിർക്കും ഫിത്നത്തു ശുബ്ഹാത്ത് കഴിഞ്ഞാൽ ഫിത്നത്തു ഷഹവാത്ത് നാം ശ്രദ്ധിക്കേണ്ടതും ഉണ്ട്.